ഇപ്പം നമ്മളെ പെൺകുട്ടികളൊക്കെ ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് ദേ ആർ കമ്പയറിങ് ദെയർ ഓൺ ലൈഫ് വിത്ത് അതേഴ്സ് ലൈഫ്. ഇന്ന് അങ്ങനെയാണല്ലോ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈല് തന്നെ അങ്ങനെയാണ്. റീൽസ് കാണുകയാണ്, അത് റിയൽ ലൈഫാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ റീൽസിലൊക്കെ ബൈക്കുമേൽ ബുള്ളറ്റുമേൽ പോകുന്നതൊക്കെ കാണും. ഭർത്താവിൻ്റെ ഉപ്പക്ക് ഒരു പെൺകുട്ടി, ഒരു മരുമകൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്ന് കയറിയ ഈ വീട്ടിലെ ഈ മകൻ്റെ ഭാര്യയാകുന്ന പെൺകുട്ടി അവിടുത്തെ പ്രായം ചെന്ന ഉമ്മാക്കോ ഉപ്പാക്കോ ഒരു ചായ ഇട്ട് കൊടുക്കുന്നത് ഏതെങ്കിലും റീൽസിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് റിയൽ ലൈഫിൽ കാണേണ്ട സാധനമാണ്. അതൊക്കെ ഒരു മനുഷ്യൻ്റെ മാനേഴ്സിൻ്റെ പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം കൂടിയാണ്. അപ്പം അതെങ്ങനെ വരണം? അതൊരു കുടുംബത്തിൻ്റെ അകത്ത് നിന്ന് വരണം. അപ്പോൾ ഒരു പെൺകുട്ടി, ഒരു ഗേൾ എപ്പോഴാണ് ബ്ലെസ്ഡ് ആകണത്? ഒരു ലക്കി ഗേൾ ആകണത് എപ്പോഴാണ്? ഒരു ഭാഗ്യം ചെയ്ത പെൺകുട്ടി ആകണത് എപ്പോഴാണ്? ഒരു അൾട്രാ ലക്ഷറിയസ് ആയ ഒരു ഹസ്ബൻഡ് എന്നെ തേടി വരുമ്പോഴാണ് ഞാൻ ലക്കി ഗേൾ ആകണത് എന്ന് നമ്മുടെ മക്കൾ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റുധാരണയാണ്. അത് പൊളിച്ചെഴുതണം ആ ധാരണയെ. പിന്നെ എപ്പോഴാണ് അവൾ ബ്ലെസ്ഡ് ആകണത്? ദാമ്പത്യം 20 കൊല്ലം കഴിഞ്ഞ്, ദാമ്പത്യം 30 കൊല്ലം കഴിഞ്ഞ് ആ ആനിവേഴ്സറി വരുന്ന സമയത്ത് ഒരാൾ മൈക്ക് നീട്ടിയിട്ട് അവളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ 10-30 വർഷത്തെ ദാമ്പത്യത്തെ പറ്റി എന്തു പറയും? ബെറ്റർ ഹാഫ്, നല്ല പാതിയാകുന്ന പുരുഷൻ എങ്ങനെയുണ്ട്? അപ്പൊ അവളിങ്ങനെ വാത്തോരാതെ തൻ്റെ പുരുഷനെ വർണ്ണിക്കുകയാണ്. മാഷാ അല്ലാഹ്, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ മാതിരി നല്ല ഉഷാറായിട്ട് അയാൾ എന്നെ ജീവിപ്പിച്ചു, എനിക്ക് നല്ല ജീവിതം തന്നു. എന്തില്ലെങ്കിലും അയാൾ എന്നെ ദ്രോഹിച്ചിട്ടില്ല, ഒരു വാക്ക് കൊണ്ട് എന്നെ നോവിച്ചിട്ടില്ല, അതുകൊണ്ട് എന്നെ വിഷമിപ്പിച്ചിട്ടില്ല, ഒരു പ്രവൃത്തി കൊണ്ട് എന്നെ വെറുപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഷീ ഈസ് ബ്ലെസ്ഡ്. അവളാണ് ബ്ലെസ് ചെയ്യപ്പെട്ട പെൺകുട്ടി. കാരണം എന്താണ്? അതൊരു ലക്കല്ലേ. അപ്പോൾ സ്വഭാവം നന്നാകുന്ന ഒരു നല്ല പാതിയെ ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് അതാണ്. അതിലപ്പുറം വേറൊരു ബ്ലെസ്സിങ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഫാത്തിമ ബീവിയുടെ ജീവിതത്തിലേക്ക് അലി റളിയല്ലാഹു അൻഹു വരാന് റസൂലുള്ളാഹി തങ്ങൾ വഹീന് കാത്തിരുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു. ദാമ്പത്യം വലിയൊരു അമാനത്താകുന്നത് അവിടെയാണ്. അപ്പൊ ഈ പരസ്പരമുള്ള ഉഭയകക്ഷി ബന്ധങ്ങള്, ധാരണകള്, അത് പൊളിക്കാൻ പാടില്ല. അതിന്റെ ഫ്രെയിം വർക്കിന് പരിക്ക് പറ്റാൻ പാടില്ല എന്നർത്ഥം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിലെ ജീവിതത്തെ പറ്റി അടയാളപ്പെടുത്തി തന്നത് തന്നെ അങ്ങനെയാണ്. ദുനിയാവ് അങ്ങനെയല്ലേ? കബി ഹസ്നാ ഹേ ഔർ കബി റോനാ ഹേ, ജീവൻ സുഖ ദുഃഖ കാ സംഗം ഹേ. ബക്കറ്റുമായിട്ട് നമ്മളെ പ്രിയപ്പെട്ട സംഘാടകർ നമ്മളെ സമീപിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെല്ലാവരും ഈ പരിശുദ്ധമാക്കപ്പെട്ട ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ, ഈ കൊടുക്കുന്ന കൈകൾക്കൊക്കെ നീ ഖൈർ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. ചോർന്നു പോകുന്ന കൈകളാക്കരുതേ റബ്ബേ. അതൊക്കെ ഐശ്വര്യം വിരുന്നു വരുന്ന കരങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. മുസാഫിർ ഉപ്പാപ്പാൻ്റെ കശ്ഫ് കറാമത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെ സ്വതക്കകളെ നീ കബൂലായ സദക്കകളാക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഹലാലായ മുറാദുകളെ നീ ഹാസുലാക്കി തരണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. നാളെ ഓപ്പറേഷൻ നടക്കുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ എല്ലാ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട സങ്കീർണതകളെയും അള്ളാഹുവേ നീ ഈ പരിശുദ്ധമാക്കപ്പെട്ട മഹലായ മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ട് ദൂരീകരിക്കണേ തമ്പുരാനെ. അത് ലളിതമാക്കി കൊടുക്കണേ തമ്പുരാനെ. അത് വിജയിപ്പിക്കണേ തമ്പുരാനെ. ആ കുട്ടിയുടെ അതിനുശേഷമുള്ള ജീവിതം നല്ല ആരോഗ്യകരമാക്കി കൊടുക്കണേ തമ്പുരാനെ. നേരത്തെ നമ്മൾ ഇവിടെ പരാമർശിച്ച പ്രിയപ്പെട്ട ഹുസൈൻ ഖായുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അളിയനും മകളൊക്കെ അവർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. അവരുടെ ഖബറിടത്തിലേക്ക് അള്ളാഹു ഇതിൻ്റെ മിഥില് സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ബന്ധുക്കൾക്ക് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ നമ്മളെ ഈ സദസ്സിനെ, ഈ സഭയെ, ഈ മജ്ലിസിനെ, ഈ മസ്ജിദിനെ സഹായിച്ച ഒത്തിരി ആളുകളുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ സഹായങ്ങളെ വലിയ അമൂല്യങ്ങളായ സഹായങ്ങളാക്കി രണ്ട് ലോകത്തും പരിവർത്തിപ്പിച്ചു കൊടുക്കട്ടെ. ഇവിടെ ഹിഫ്ള് സനദ് സ്വീകരിക്കുന്ന 2 കുട്ടികളുണ്ട്. ഹാഫിളീങ്ങളായ, ഹിഫ്ള് പൂർത്തിയാക്കിയ, ഖുർആൻ മനഃപ്പാടമാക്കിയ, ഹൃദ്യസ്ഥമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഹാഫിളീങ്ങളായ 2 മുതഅല്ലിമീങ്ങൾ. അല്ലാഹു തആല അവരുടെ ഹിഫ്ളിലും അവരുടെ ഫഹ്മിലും അവരുടെ ഇൽമിലും ബർക്കത്തും ഹിമായയും പ്രദാനം ചെയ്യട്ടെ. അവരെ പഠിപ്പിച്ച ബഹുമാന്യനായ ഉസ്താദ് അവറുകൾ ഒരുപാട് നല്ല ഈ ചെറുപ്പക്കാരനാണ്, നല്ല വൈബ്രൻ്റാണ്, വളരെ ഉഷാറായിട്ട് ദീനീ സംരംഭങ്ങളെയൊക്കെ കുറച്ച് സിൻസിയറായിട്ട് കൊണ്ടുപോകുന്ന എനിക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വം കൂടിയാണ്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ത്വാഖത്തും പ്രദാനം ചെയ്യട്ടെ.
ഇതിനൊത്താശ ചെയ്യുന്ന കമ്മിറ്റിക്കാർക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ത്വാക്കത്ത് കൊടുക്കട്ടെ. അതോടുകൂടെ തന്നെ നമ്മളെ ഇങ്ങനെയുള്ള ഈ സംരംഭത്തിൽ നിങ്ങളൊക്കെ നൽകുന്ന നല്ല തിളക്കമുള്ള സ്വതക്കകളൊക്കെ നമ്മളെ ഈ ഇങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങൾക്ക് ദർസ്, നമ്മുടെ പള്ളിയുടെ പരിപാലനം, നമ്മുടെ ഹാഫിളിങ്ങളായ കുട്ടികളെയൊക്കെ ഇങ്ങനെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കൺസ്ട്രക്റ്റീവ് പ്രോസസ്, ഈ നിർമ്മാണാത്മക പ്രക്രിയയുടെ ഊർജമാവാൻ വേണ്ടിയാണ് ഈ സംഭാവനകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ആ നിയത്തോടു കൂടെ തന്നെ നമ്മൾ കൊടുക്കുക. അപ്പോൾ ദീനിൻ്റെ വഴിയിലാകും നമ്മുടെ സംഭാവനകൾ. ഈ കനപ്പെട്ട സംഭാവനകളൊക്കെ ദീനിൻ്റെ വഴിയിൽ തന്നെ നമ്മൾ കൊടുക്കും വേണം. അപ്പം അതിന് അല്ലാഹു തആല വലിയ പുണ്യം തരും, വലിയ കൂലി തരും. കാരണം അത് ഫീ ത്വരീഖിൽ ഇൽമിൻ്റെ വഴിയിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ സംഭാവനയുടെ പുണ്യം കൊണ്ട് നമ്മുടെ ഹലാലായ മുറാദുകളെ ഹാസ്വലാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ സുദീർഘമായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഒരു 10:30 വൈൻഡപ്പ് ചെയ്യണം. 8:00 നമ്മളെ പരിപാടി തുടങ്ങി. 2 മണിക്കൂറിൻ്റെ അപ്പുറമൊന്നും ഒരു ദീനിൻ്റെ മജ്ലിസിനെ കൊണ്ടുപോകുന്നതും അത്ര ഉചിതമല്ല. ഉള്ള സമയം നമ്മൾ കൃത്യസമയത്ത് അറ്റൻഡ് ചെയ്തു. മാഷാ അല്ലാഹ് ഈ നാടും ഈ നാട്ടിലെ ആളുകളും ഇത് വലിയൊരു ബൃഹത്തായൊരു മഹല്ല് ജമാഅത്തൊന്നും അല്ല, ഒരു സാധാരണ ഒരു മഹല്ല് ജമാഅത്താണ്. പക്ഷേ ഈ നാട്ടുകാർ ഈ ദീനീ സംരംഭത്തോടും ഇവിടെയുള്ള നല്ല ഉദ്യമങ്ങളോടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആഭിമുഖ്യവും പ്രതിബദ്ധതയും വളരെ ആവേശഭരിതമാണ്. അല്ലാഹു തആല ഇതൊരു ഇസ്സത്തോടുകൂടെ നമ്മുടെ സിരകളിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക് പകർന്നു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയ മക്കൾക്ക് ഇത് കൺവേ ചെയ്ത് കൊടുക്കണം. അത് വളരെ എസ്പെഷ്യലി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. നമ്മളെ കുട്ടികൾ, കാരണം അവർ പുതിയ കാലത്തെയാണ് കാണുന്നത്. AI സാങ്കേതിക വിദ്യകളുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇതൊക്കെ അൽ അഖ്ലുൽ ഇസ്തിനാഇയ എന്നൊക്കെ പറയുന്ന ഈ ഉഖൂല്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ ഇൻ്റലിജൻസിന് ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട്, നെഗറ്റീവ് വശങ്ങളുണ്ട്. അപ്പം അതിൻ്റെ നെഗറ്റിവിറ്റിയിൽ നമ്മളെ കുട്ടികൾ പെട്ടുപോകാൻ പാടില്ല. അത് വലിയ അപകടം ചെയ്യും. ഇപ്പോൾ അമേരിക്കയിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു, 19 വയസ്സ്. അവനെ ChatGPT-യോട് ചോദിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള എല്ലാ വഴികളും വെടുപ്പും വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്തത് AI സാങ്കേതിക വിദ്യയുടെ ഒരു പ്ലാറ്റ്ഫോമായ ChatGPT-യാണ്. ചൈനയിൽ ഒരു റോബോട്ട് ഒരു എഞ്ചിനീയർ അടിച്ചു വന്നു. അതിന് ടെക്നിക്കൽ മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കൃത്രിമ ബുദ്ധിയാണ്, നിർമ്മിത ബുദ്ധി എന്നാണ് നമ്മൾ പറയുന്നത് തന്നെ. നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ നിർമ്മിച്ചതാണ്, പക്ഷെ അത് മനുഷ്യനെ ഓവർടേക്ക് ചെയ്യാൻ പോവാൻ, ഇനി മനുഷ്യന് റോളില്ലാതാവാൻ പോവാൻ, ഇനി മന്ത്രങ്ങൾ ഏറ്റെടുക്കാൻ പോവാൻ. ഇവന്റ് മാനേജ്മെന്റുകളെ പോലെ മയ്യത്ത് പരിപാലനം നടന്നാൽ എന്തായിരിക്കും സ്ഥിതി? എന്നാൽ അതിലേക്ക് കാര്യങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ ലോകം വലിയൊരു ചേഞ്ചിലേക്ക് പോവാൻ. ആ ചേഞ്ചിൽ ഏറ്റവും പെട്ടെന്ന് സൈഡാവല് മതമായിരിക്കും. അതുകൊണ്ടാണ് മതനിരാസത്തിന് ഭയങ്കര മാർക്കറ്റ് വിപണിയിലുള്ളത്. അവർ മതത്തെ പറ്റി പഠിച്ചുകൊണ്ടാണോ? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നുള്ളത് വലിയൊരു തിയറിയായിട്ട് രൂപം പ്രാപിച്ചത് മതത്തെ പറ്റി പഠിച്ചതുകൊണ്ടാണോ? അല്ല, മതം ഉൾക്കൊള്ളാൻ ആവൂല എന്നുള്ള ആലസ്യത്തിന്റെ പുറത്തുണ്ടായ ഡയലോഗാണ്. വലിയ അപകടമല്ലേ? നമ്മളെ പുതിയ തലമുറക്ക് ഏറ്റവും സുഖം, ഫോളോ ചെയ്യാൻ സുഖം എന്താണ്? മത നിരാസ. കാരണം പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട, മദ്രസയിൽ പോകണ്ട, പോയാൽ തന്നെ അത് അമല് ചെയ്യണ്ട, ജുമാ വേണ്ട, നോമ്പ് വേണ്ട, നിസ്കാരം വേണ്ട, ആരെയും പേടിക്കണ്ട. അപ്പൊ ആർക്കാനും വേണ്ടി ഓക്കാണിക്കുക എന്ന് പറയുന്ന പഴയ കാലത്തെ മലയാള ഭാഷയിലെ പ്രയോഗം തിരിച്ചു വരുന്നതുപോലെ തോന്നിപ്പോവാൻ. കൊച്ചി പോലെയുള്ള മെട്രോ നഗരങ്ങളിൽ നമ്മളെ കുട്ടികളൊക്കെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടിയിട്ട് മതമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അവിശ്വാസമുണ്ട്, എനിക്കില്ല എന്ന് തുറന്ന് മാധ്യമങ്ങളോട് പറയും ചെയ്തു. അപ്പൊ ഈ കഴിഞ്ഞ ബിഗ് ബോസ് ഒക്കെ ഒരു അജണ്ടയല്ലേ? അതൊരു പ്രോഗ്രാമല്ല, അതൊരു പ്രൊപ്പഗണ്ടയാണ്. 100 ദിവസത്തെ എഴുതി തയ്യാറാക്കിയ തിരക്കഥ, കൃത്യമായ അജണ്ട. അത് മുസ്ലിങ്ങളെ മാത്രം ഉന്നം വെച്ചിട്ടല്ല, അത് ഹിന്ദു മതത്തിൽ നിന്ന്, ക്രിസ്ത്യൻ മതത്തിൽ നിന്ന്, ഇസ്ലാം മതത്തിൽ നിന്ന് വളരെ ഓർത്തഡോക്സ് ആയിട്ട് ജീവിക്കുന്ന, മതപൗരോഹിത്യത്തിൽ ജീവിക്കുന്ന മുഴുവൻ കുട്ടികളെയും മതം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രെയിംവർക്ക് പൊട്ടിച്ച് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രൊപ്പഗണ്ടയാണ് ബിഗ് ബോസ്. അതിലൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഇസ്ലാം മതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ 2 ലെസ്ബിയൻ കപ്പിൾസായ പെൺകുട്ടികളെ അതിൻ്റെ കാൻഡിഡേറ്റ്സ് ആയിട്ട് ഹയർ ചെയ്ത് അവരെങ്ങനെ അതിൽ നിന്ന് പിന്നെ ഒഴിവാക്കാതെ, പുറത്താക്കാതെ അതിൻ്റെ അവസാന നിമിഷങ്ങൾ വരെ നിലനിർത്തിയത് എന്തിനാണ്? ഇവർ ശ്രദ്ധാകേന്ദ്രങ്ങളാവണം. ഇവരെ പോലെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ ഒതുങ്ങി ജീവിക്കുന്ന പെൺകുട്ടികൾക്ക്
ആ മതമാകുന്ന ബാരിക്കേഡിനെ എടുത്ത് വലിച്ചെറിയാൻ ഈ രണ്ട് കുട്ടികൾ വലിയൊരു പ്രചോദനമാകണം എന്ന അജണ്ട. അതുകൊണ്ട് ആ ബിഗ് ബോസിന്റെ സിമ്പൽ തന്നെ നമുക്ക് പലപ്പോഴും ഡൗട്ട് ഉണ്ടാക്കാറുണ്ട്. ഇല്ലൂമിനാറ്റി കൊണ്ടുവന്ന പഴയ LGBTQ കമ്മ്യൂണിറ്റി ഇല്ലേ, ദജ്ജാലിനെ ആരാധിക്കുന്ന ഒറ്റ കണ്ണുള്ള ദജ്ജാലാണ് ഞങ്ങളുടെ മൂർത്തി എന്ന് പറഞ്ഞ് അതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു പുതിയ തലമുറ ഒരു മതമായി രൂപപ്പെടുന്നുണ്ട്. ഫ്രാൻസിലൊക്കെ അത് ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ടാക്കി. ഇറ്റലിയിൽ വളർന്നു, റഷ്യയിൽ വളർന്നു, US UK ഇപ്പോൾ വളരെയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ചർച്ചുകളൊക്കെ അവിടെ കൊട്ടി അടക്കപ്പെടുകയാണ്. അവിടെ ഒന്നും ദേവാലയങ്ങളിൽ വരാൻ പുതിയ ജനറേഷനെ കിട്ടുന്നില്ല. കാരണം അവർ LGBT കമ്മ്യൂണിറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്തു. അവർക്ക് ഇനി ലെസ്ബിയൻസ് ആയാൽ മതി, ഗേസ് ആയാൽ മതി, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കൂടെ പോയാൽ മതി. അപ്പൊ ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ്, ഇമ്പാക്റ്റ് എന്താണ്? മതം വേണ്ട എന്ന് പറയുന്ന ഒരു സൊസൈറ്റിക്ക് ഭയങ്കര സ്വീകാര്യത നാളെ വരാൻ പോവാണ് എല്ലാ വിഭാഗത്തിലും. അപ്പൊ എന്താ ഉണ്ടാവുക? ഇനി അവരുടെ കയ്യിലാണ് ഭരണം. ഇനി അവരാണ് ആരാ ഭരണത്തിൽ വരേണ്ടതെന്ന് തീരുമാനിക്കുക. എവിടെ? ലോകാടിസ്ഥാനത്തിൽ. ഇസ്രായേല് ഇല്ലൂമിനാറ്റിയുടെ ആദ്യത്തെ അപ്പോസ്തലനാണ്. ഇല്ലൂമിനാറ്റി ഉണ്ടാക്കിയത് ഇസ്രായേലാണ്. അപ്പൊ സെയിം ചിഹ്നാണ് ഈ ബിഗ് ബോസിന്റെ പ്രോഗ്രാമിന്റെ ഈ പ്രധാന ഡോറിന്റെ ചിഹ്നമായിട്ട് ഇങ്ങനെ കാണുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു ശങ്കയാണ്, അല്ലാതെ അസന്നിഗ്ധമായിട്ട് ഉള്ളൊരു വിമർശനമായിട്ട് ആരും ഇതിനെ ഗണിക്കേണ്ട. പ്രത്യേകിച്ച് ലൈവ് ആയതുകൊണ്ട് ഞാനത് അണ്ടർലൈൻ ചെയ്ത് പറയാം. ഈ ലൈവ് ആവുമ്പോൾ അങ്ങനെയാണല്ലോ, ഈ സദസ്സ് വിലയിരുത്തും പോലെയല്ല സോഷ്യൽ മീഡിയ വിലയിരുത്തുക. അതിൽ പല വ്യൂവേഴ്സാണ്. ആ എല്ലാ വ്യൂവേഴ്സിനോടാണ് ഞാൻ പറയുന്നത്, സകല മതത്തിൻ്റെയും ബാരിക്കേഡിനെ, ഫ്രെയിം വർക്കിനെ പൊട്ടിക്കാനുള്ള പ്രൊപ്പഗണ്ടയാണ് ഇത്തരത്തിലുള്ള പരിപാടി. നമുക്ക് തോന്നിപ്പോവാണ്. കാരണം പിന്നെ അത് കഴിയുമ്പോഴേക്ക് പല വീടുകളിലും സംസ്കാരം മാറുകയാണ്. അതിൻ്റെ മുന്നിൽ അടയിരിക്കുകയാണ് ശരിക്കും ഓരോ കുട്ടികളും. എന്ത് മൂല്യമാണ് ഈ ഒരു പരിപാടി ഒരു ഫാമിലിക്ക് കൊടുക്കുന്നത്? നിങ്ങൾ പറ. ഇതിലൊക്കെ പിറകിലുള്ള ആൾക്കാർക്കൊക്കെ കുടുംബം മക്കളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണല്ലോ. എന്ത് മൂല്യം! ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ അതിനൊരു ഔട്ട്പുട്ട് വേണ്ടേ? അപ്പം നമ്മളെ ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? നമ്മളെ ജീവിതത്തിന് അർത്ഥമുണ്ട്. നമ്മൾ സ്വർഗം എന്ന ലോകത്തെ മുന്നിൽ കണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും. അവരോട് നമുക്ക് സംസാരമില്ലല്ലോ. ഇപ്പം ഒരു ഇസ്ലാമികമായിരിക്കുന്ന ഒരു മജ്ലിസിൽ നമ്മൾ വിശ്വസിക്കുന്ന സ്വർഗത്തെപ്പറ്റി അതിൻ്റെ വിശ്വാസികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മതപരമായ ഒരു ബാധ്യതയുടെ പുറത്ത് നമ്മൾ സംസാരിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊണ്ട് തന്നെ സംസാരിക്കുന്നു. അവിടെ മതനിരാസത്തിൻ്റെ കുറച്ച് ആളുകൾ നമ്മളെ കല്ല് വെച്ച് വിമർശിക്കുമ്പോൾ നമ്മൾ എന്താ അതിന് മറുപടി പറയാം? ഞാൻ ചോദിക്കട്ടെ, ഇത് ഇവിടെ ഈ നാട്ടിലുള്ളതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇത് നാളെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല നാടുകളിലും ഈ മതത്തെ വിമർശിക്കാൻ വേണ്ടി മാത്രം ചട്ടം കെട്ടി ഇറങ്ങിയ കുറച്ച് ആളുകളുണ്ടല്ലോ, അവരോടാ പറയുന്നത്. അപ്പൊ എല്ലാ മതത്തിലും അതിൻ്റെ പൗരോഹിത്യമുണ്ട്. അതിനെ പരിപാവനമായി സൂക്ഷിക്കണം. ഞാൻ ഇന്നിങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇവരെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇരുവശങ്ങളിലായിട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ നടയുടെ അതിൻ്റെ പ്രധാന വാതിലിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് വൃശ്ചിക മാസത്തെ പ്രധാനപ്പെട്ട പൂജകൾ, അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുകളും ഒക്കെ ഭക്ത്യാദര പുരസ്സരം നിർവഹിക്കുന്നതായിട്ട് കണ്ടു. അത് ഒരു മതത്തിൻ്റെ ആരാധനാ സാമ്പ്രദായിക ഘടനയാണ്. അതിനെ നമ്മൾ ദൂരെ നിന്ന് മാനിക്കണം. ക്രിസ്മസ് വരാൻ പോവാൻ ഡിസംബർ 25 ക്രിസ്മസ് ഡേ ആണ്. ബത്ലഹേമിൽ ഞാൻ പോയതാണ്. ബൈത്തുൽ ലഹം, ഫലസ്തീനിന്റെ മണ്ണില് ഇസ്രായേലിന്റെ ബോർഡർ കടന്ന് നമ്മളിങ്ങനെ പോകുമ്പോൾ ഉണ്ണിയേശു എന്ന നമ്മൾ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ വിശ്വസിക്കുന്ന ഉണ്ണിയേശു പുൽക്കൂട്ടിൽ ജനിച്ചു പിറവിയെടുത്ത ആ മനോഹരമായിട്ട് അവർ വിശ്വസിക്കുന്ന ഒരു ദിവസമാണ്. അപ്പൊ അവര് നക്ഷത്രങ്ങളെ തൂക്കും. അവര് മുസ്ലിം, ആ മുസ്ലിമിൻ്റെതായ ദാർശനിക വശങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ഉമ്മറ കോലായിൽ നിന്നിട്ട് അവനെ സല്യൂട്ട് ചെയ്തിട്ട് അവനെ ബഹുമാനിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? ഒരു ക്രിസ്മസ് ട്രീ എൻ്റെ വീട്ടിൽ വിരുന്ന് വരണം എന്നല്ല, ഒരു ക്രിസ്മസ് നക്ഷത്രം നമ്മളെ വീട്ടിൽ തൂങ്ങണം എന്നല്ല. നമ്മുടെ അയൽപ്പക്കക്കാരനായ ക്രൈസ്തവ സഹോദരന് അവൻ്റെ ക്രിസ്മസ് നക്ഷത്രത്തെ തൂക്കാൻ നമ്മുടെ വീടിൻ്റെ തൊടിയിലെ മാവിൻ്റെ ചില്ല ഒരു തടസ്സമായിട്ടുണ്ടെങ്കിൽ അതിനെ വെട്ടിക്കൊടുത്തിട്ട് അവനെ സഹായിക്കണം. നമ്മളെ വീട്ടിൽ തൂക്കിയിട്ട് അവനെ സഹായിക്കലല്ല. അതെന്താണ്? അതൊരു മതത്തെ ബലി കഴിക്കലാണ്. ആ മതത്തിന്റെ പ്യൂരിറ്റിയെ ദൂരെ നിന്ന് നമ്മൾ ബഹുമാനിക്കണം. അതിനെല്ലാവിധ സ്വാതന്ത്ര്യവും നമ്മൾ വകവെച്ച് കൊടുക്കണം. അതുകൊണ്ടാണ് ലക്കും ദീനുക്കും വലിയ ദീൻ,
നിങ്ങൾ നിങ്ങളുടെ മതത്തെ പരിശുദ്ധമായിട്ട് കാണുന്നുണ്ട്, ഞാൻ എൻ്റെ മതത്തെ പരിശുദ്ധമായി കാണും പോലെ. അതുകൊണ്ടാണ് ഏത് മതത്തിലും ഭക്തനായ ഒരു മനുഷ്യന് ടെററിസ്റ്റ് ആകാൻ കഴിയൂല, എക്സ്ട്രീമിസ്റ്റ് ആവാൻ കഴിയൂല. എല്ലാവരും ഉൾക്കൊള്ളാനേ കഴിയുള്ളൂ. അപ്പം ഞാൻ എൻ്റെ മതത്തിൽ ഭക്തനാണ് എങ്കിൽ എനിക്ക് ഒരു ഹൈന്ദവ മത അനുയായിയെ ഇങ്ങനെ ഹഗ് ചെയ്യാൻ കഴിയും, ഒരു ക്രൈസ്തവ മത അനുയായിയെ ഇങ്ങനെ ഹഗ് ചെയ്യാൻ കഴിയും. അതേസമയത്ത് മതത്തിന്റെ ഉള്ളിലെ ഭക്തിയൊന്നുമില്ല, മതം ഒരു പോളിഷ് ഒരു 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 പോളിഷിങ് മതം മാത്രമാണുള്ളത്, അല്ലേ? അങ്ങനെയുള്ളവർക്കാണെങ്കിലോ മതത്തിന്റെ പേര് പറഞ്ഞിട്ട് ഒരുപാട് ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും. മതത്തിന്റെ പേര് പറഞ്ഞ് ആൾക്കാരെ വിഭജിക്കാൻ പറ്റും. മതത്തിന്റെ പേര് പറഞ്ഞിട്ട് ഒരുപാട് കലഹങ്ങൾ ഈ ലോകത്തുണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് മതം എന്തിലേക്കും പറ്റിയൊരു ചേരുവയാണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ചേരുവയാണ് മതം. ആ മതത്തെ ഈമാനായിട്ട് എടുക്കാനാണ് നമ്മൾ മജ്‌ലിസ് വെച്ചത്. ഈമാനായിട്ട് ആർഗ്യുമെന്റ് ആയിട്ട് എടുക്കാനല്ല നമ്മൾ മജ്‌ലിസ് വെച്ചത്. അതുകൊണ്ട് ഒരാളെയും ഇസ്ലാമിലേക്ക് പരിവർത്തനം നിർബന്ധമായിട്ട് കൊണ്ടുവരിക എന്ന ഒരു ഉത്തരവാദിത്തം ഒരു മുസ്ലിമിന്റെ തലയിലും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നാ പറഞ്ഞത്. ഇസ്ലാം മതത്തിൽ നിന്ന് ഒരു മനുഷ്യനെ അവന്റെ ബോധ്യത്തിന്റെ പുറത്ത് പോയാൽ അവനെ ഭീഷണിപ്പെടുത്താനുള്ള അധികാരവും ഒരു മുസ്ലിമിന് അല്ലാഹു തആല കൊടുത്തിട്ടില്ല. കാരണം ഇത് അല്ലാഹുവിന്റെ ദീനാണ്. അപ്പൊ ഒരാൾ ഇസ്ലാമിക്ക് വന്നതിന്റെ പേരിലോ ഒരാൾ മതത്തുനിന്ന് പോയതിന്റെ പേരിലോ നമ്മളത് ബാധിക്കുന്ന കാര്യേ അല്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ആ ഐഡിയോളജിന്റെ പുറത്ത് ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ഒരുത്തനെ തള്ളിക്കളയാൻ നമുക്ക് കഴിയാം? ഇൻക്ലൂസീവായി അക്കോമഡേറ്റീവായിട്ടാണ് നമ്മൾ ജീവിക്കുള്ളൂ. അത് പഠിക്കട്ടെ നമ്മളെ കുട്ടികൾ. ഇപ്പം അടുത്ത് ഞാൻ നമ്മളെ സാംസ്കാരിക വകുപ്പിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ, IAS കാരിയാണ്, ഡോക്ടറാണ്, പത്തനംതിട്ടയുടെ മുൻ കലക്ടറാണ്, വിഴിഞ്ഞം പോർട്ടിന്റെ MD ആയിരുന്നു, ഇപ്പോൾ സാംസ്കാരിക വകുപ്പിന്റെ ഡയറക്ടറാണ്. അപ്പം അവരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്നൊരു മനോഹരമായ മാനവിക സമ്മേളനത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. അതിന് സ്വാഗതം പറഞ്ഞിരുന്നത് ദിവ്യ എസ് അയ്യരാണ്. അവരുടെ സ്വാഗത പ്രസംഗത്തിൽ അവർ പരാമർശിച്ചൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. അവർ പറഞ്ഞു, ഞാൻ ഒരു ദിവസം സെക്രട്ടേറിയറ്റിൽ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ലീവിന് എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ 6 വയസ്സുള്ള മോന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതൊരു മനുഷ്യൻ മരിച്ച മരണവാർത്തയും അദ്ദേഹം അങ്ങനെ കിടക്കുന്ന രംഗമൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ എൻ്റെ മോനെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അമ്മേ ഇയാളുടെ മതം ഏതാണ്? അപ്പൊ ഞാന് എൻ്റെ ഉത്തരവാദിത്തത്തിന്റെ ബോധ്യത്തിന്റെ പുറത്ത് എൻ്റെ മകനെ ശകാരിച്ചു. എന്തിനാ മോനെ ഈ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ മതം തിരയേണ്ടത്? എന്നിട്ട് ഈ വേർതിരിക്കാനുള്ള വിഷലിപ്തമായ ചിന്തകൾ സ്കൂളുകളിൽ നിന്ന് കുത്തിവെക്കപ്പെട്ടോ എന്ന് വരെ ഞാൻ തെറ്റിദ്ധരിച്ചു. അപ്പം എൻ്റെ മോനെ ഞാൻ ശകാരിച്ചു, എന്തിനാ മോനെ നീ മതം പറഞ്ഞ് ആളുകളെ മാറ്റി നിർത്തുന്നത്? അപ്പം എൻ്റെ മോൻ പറഞ്ഞു, അതിനല്ല അമ്മേ, എനിക്ക് ആ മനുഷ്യന്റെ ശേഷക്രിയകൾ നടക്കുമ്പോൾ അത് ബെറിയാണോ അതോ ബേണാണോ എന്നറിയാനാണ്. അപ്പൊ ബെറി എന്ന് പറഞ്ഞാൽ ബെറിയൽ പ്രോസസ്. നമ്മളൊക്കെ മുസ്ലിങ്ങളൊക്കെ ഒരു മയ്യത്ത് സംസ്കരിക്കും പോലെ സംസ്കരിക്കുക. ബേൺ എന്ന് പറഞ്ഞാൽ ബേൺ ചെയ്യുക, കത്തിച്ച് കളയുക. അത് ഒരു മതത്തിന്റെ ഒരു ആചാരമാണ്. അപ്പം രണ്ടും ബഹുമാനിക്കപ്പെടേണ്ട ആചാരമാണ്. അപ്പൊ അമ്മേ, ഞാനിത് ബേണാണോ ബെറിയാണോ, ഇതേതാണ് ആചാരം? ആ ആചാരത്തെ നമ്മളൊന്ന് സല്യൂട്ട് ചെയ്യണമല്ലോ. അവരെ ആചാരം വകവെച്ച് ദൂരെ നിന്ന് നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ. അതിനു വേണ്ടിയാ അമ്മേ ഞാൻ ചോദിച്ചത്. അപ്പൊ ഞാൻ എൻ്റെ മോനെ കെട്ടിപ്പിടിച്ചു, ഒന്ന് ഹഗ് ചെയ്തു. എൻ്റെ മകന്റെ തിരുനെറ്റിയിൽ ഞാൻ ഒരു മുത്തം കൊടുത്തു എന്ന് മുൻ കലക്ടർ ദിവ്യ എസ് അയ്യർ പറയാണ്. അപ്പൊ എൻ്റെ കുട്ടിയെ ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. പുതിയ കാലത്ത് എല്ലാ കുട്ടികളും വർഗീയമായ ചിന്തയിലേക്ക് പോയിട്ടില്ല. എൻ്റെ കുട്ടിയൊക്കെ മനുഷ്യത്വപരമായ ചിന്തയിലാണ് ഉള്ളത് എന്ന ആശ്വാസം എൻ്റെ മകൻ്റെ മറുപടിയിൽ എനിക്ക് തിരിച്ചു കിട്ടി എന്ന് അവരുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. ഇതുപോലെ നമ്മളൊരു വല്ലാത്തൊരു മിക്സഡ് സൊസൈറ്റിയിലും കമ്മ്യൂണിറ്റിയിലും ജീവിക്കുന്നത്. നമ്മളെ വിശ്വാസങ്ങൾക്ക് പരിക്ക് പറ്റാനും പാടില്ല, എന്നാൽ മറ്റുള്ളവന്റെ വിശ്വാസത്തിന് നമ്മളോ നമ്മളെ കുട്ടികളോ പരിക്കേൽപ്പിക്കാനും പാടില്ല. അതാണ് ഈമാൻ. അതാണ് റിഫായി തങ്ങൾ പഠിപ്പിച്ചത്, അതാണ് സൂഫികൾ പഠിപ്പിച്ചത്, അതാണ് ഔലിയാക്കന്മാര് പഠിപ്പിച്ചത്, അത് തന്നെയാണ് സന്യാസിമാര്, ഋഷിമാര്, മുനിമാര് പഠിപ്പിച്ചത്. അപ്പൊ അതിനെ കലർപ്പില്ലാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായം നമ്മളിൽ ഉണ്ടാകട്ടെ. ഞാൻ ദുആ ചെയ്ത് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഉസിക്കും ബിദ്വാ, നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാ. നാളെ
കബീർ ബാക്ക് വലിയ പ്രസിഡന്റ് അല്ലേ? ഇൻഷാ അല്ലാഹ് ബഹുമാന്യനായ കേരളക്കരയിലെ അനുഗ്രഹീത പ്രഭാഷകൻ ഉസ്താദ് ഹാഫിൽ അഹമ്മദ് കബീർ ബാക്കവി അവർകൾ കാഞ്ഞാർ ആണ് നാളത്തെ പ്രഭാഷണം നിർവഹിക്കുന്നത്. എല്ലാവരും നേരത്തെ എത്തുക, എന്നിട്ട് നേരത്തെ പിരിയുക. നമ്മളെ പരിപാടികളൊന്നും നമ്മളെ കുട്ടികളുടെ പഠനത്തെ പോലും ബാധിക്കാതിരിക്കട്ടെ. ഇതൊക്കെ നല്ല ശീലമാണ്. ഒരു 10:30 കൂടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. അത് ഒരു 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 10 മണിക്ക് വൈൻഡപ്പ് ചെയ്യലായാൽ ഒന്നുകൂടി നന്നായി. കോടതി വിധിയെ നമ്മൾ മാനിക്കലുമായി. മാത്രമല്ല അതൊക്കെ നമുക്ക് സുബഹി ഖളാ ആകാതെ നമുക്ക് കേൾക്കാൻ വന്നവർക്കും നമ്മളെ കുട്ടികൾക്കും എല്ലാവർക്കും കൃത്യമായിട്ട് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ കൂടി അഭികാമ്യമായൊരു കാര്യം കൂടിയാണ് നേരത്തെ തുടങ്ങി നേരത്തെ അവസാനിപ്പിക്കുക എന്നുള്ളത്. അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ദുആയിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ മനസ്സ് തട്ടി ആമീൻ പറയാം. ആരെ ആമീൻ കൊണ്ടാണ് ഈ കൂടിയ മുഴുവൻ ആളുകളും രക്ഷപ്പെടുക എന്ന് പറയാൻ പറ്റൂല. ബഹുമാനപ്പെട്ട മുസാഫിർ ഉപ്പാപ്പാന്റെ ചാരത്താണ് നമ്മളുള്ളത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഹക്ക് കൊണ്ട് നമ്മളൊക്കെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر لنا ذنوبنا واستر عيوبنا. اللهم اقض حوائجنا بحق مسافر أبابا يا رب العالمين. اللهم هذا الدعاء ومنك الإجابة في مجلس الميمون المبارك المنعقد بمناسبة العروس المباركة يا رب العالمين. അള്ളാഹുവേ, ഈ ഉയർത്തിയ കൈകളെ തട്ടിക്കളയരുതേ അല്ലാ. ഈ തുറന്നു വെച്ച കൽബുകളെ തള്ളി മാറ്റരുതേ അല്ലാ. സാധുക്കളാണ്, പാപികളാണ്, ഇജാബത്ത് നൽകണേ അല്ലാ. ദുആ സ്വീകരിക്കണേ അല്ലാ. പടച്ചോനെ, ഈ മഹാന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ മുറാദുകളെ ഹാസുലാക്കണേ അല്ലാ. നിന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന, അങ്ങനെ തന്നെ മരിക്കുന്ന ആളുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ആഫിയത്തും ഇസ്സത്തുമുള്ള ദീർഘായുസോടുകൂടെ ജീവിക്കാനും ആഖിബത്ത് നന്നായി കലിമ ചൊല്ലി മരിക്കാനും ഈ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുത്തത് ഒരു കാരണമാക്കണേ അല്ലാ. അത് കാരണം ഞങ്ങൾ രക്ഷപ്പെടണേ അല്ലാ. സോനെ, ഞങ്ങളെ ഹൃദയ ശരീരത്തിൻ്റെ അകത്തോ പുറത്തോ ഉള്ള എല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കണേ അല്ലാ. രോഗങ്ങളെ നീ കരിച്ചു കളയണേ അല്ലാ. സാധുക്കളായ ഞങ്ങളെ 2 ലോകത്തും വിജയിപ്പിക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അള്ളാഹുവേ, ഓപ്പറേഷന് കാത്തിരിക്കുന്ന കുട്ടികളുടെ ഓപ്പറേഷൻ വിജയിപ്പിക്കണേ അല്ലാ. വിട പറഞ്ഞു പോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിലേക്ക് ഇതിൻ്റെ മിസ്ല് സവാബ് എത്തിക്കണേ അല്ലാ. അത് കിട്ടി അവർ സന്തോഷിക്കണേ അല്ലാ. കടം കൊണ്ട് വലയുന്നവരെ കടം വീട്ടാൻ സഹായിക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. ചൊനെ, ഈ മക്ബറയിൽ വളരെ ആത്മീയമായി വിശ്വസിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദര മതസ്ഥരടക്കമുള്ള ആളുകളുണ്ട്. അവരൊക്കെ വളരെ കമനീയമായി നാടിൻ്റെ മതേതര പൈതൃകത്തെ കാത്തു സൂക്ഷിക്കുകയാണ്. അവർക്കും നീ ഐശ്വര്യം നൽകണേ അല്ലാ. ഈ നാട് കാത്തു സൂക്ഷിച്ചു പോകുന്ന വളരെ ബഹുമാന്യമായ ഒരു മാനവികമായ ഒരു നീതിബോധമുണ്ട്. അത് നീ ഞങ്ങളുടെ തലമുറകളിലൂടെ നിലനിർത്തി തരണേ അല്ലാ. ഒരു വർഗീയതയും ഞങ്ങളുടെ നാട്ടിൽ വിജയിക്കരുതേ അല്ലാ. അല്ലാഹുവേ, ഈ ഇൽമിൻ്റെ മജ്ലിസിൽ ഇൽമ പഠിക്കുന്ന ഞങ്ങളുടെ കുട്ടികൾക്ക് നാഫിയായ ഇൽമ കൊടുക്കണേ അല്ലാ. ഹാഫിലിങ്ങൾക്ക് ഹിഫ്ലിന് ശക്തി കൊടുക്കണേ അല്ലാ. ഉസ്താദുമാർക്ക്, കമ്മിറ്റിക്കാർക്ക്, ഇതിനെ സഹായിക്കുന്നവർക്ക് ആഫിയത്തും ത്വാഖത്തും കൊടുക്കണേ അല്ലാ. ഇവിടെ വന്ന ഞങ്ങളൊക്കെ ഞങ്ങളുടെ മുറാദുകൾ ഹാസുലായി പിരിയണേ അല്ലാ. രോഗങ്ങൾ ശിഫയായി പിരിയണേ അല്ലാ. ദോഷങ്ങൾ പൊറുക്കപ്പെട്ട് പിരിയണേ അല്ലാ. ഈ കൂടിയ ശരീരങ്ങൾക്ക് സ്വർഗം വാജിബാകണേ അല്ലാ. നരകം ഹറാമാകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.